about complex functions as flows. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വി മേ interpret a complex function w equal to f of z as a two-dimensional fluid flow. അപ്പോൾ two-dimensional fluid flow ആയിട്ട് നമ്മളിതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റും, കോംപ്ലക്സ് ഫംഗ്ഷനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റും by considering the complex function f of z as a vector based at a point z. അപ്പോൾ എഫ് ഓഫ് സെഡിനെ വെക്റ്റർ ബേസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായിട്ടും ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദ വെക്റ്റർ എഫ് ഓഫ് സെഡ് സ്പെസിഫൈ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ അറ്റ് എ ഗിവൺ പോയിന്റ് സെഡ്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞ പോയിന്റിലുള്ള നമ്മുടെ ഫ്ലൂയിഡിൻ്റെ സ്പീഡും ഡയറക്ഷനും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഫ്ലോയുടെ ഡയറക്ഷനും സ്പീഡും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എഫ് ഓഫ് സെഡ് യൂസ് ചെയ്യും. If x of t plus I into y of t is a parametric representation for the path of a particle in the flow, the tangent vector t equal to x dash of t plus I into y dash of t must coincide with the f of x of t plus I into y of t. അപ്പോൾ എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ പാത്ത് ഓഫ് പാർട്ടിക്കിളിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഫ്ലോയിലുള്ള ഫ്ലോയുടെ പാത്തിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ ടാൻജൻറ്റ് എക്സ് ഡാഷ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എന്ന് പറയുന്നതായിട്ട് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ ആണ്. It follows that the path of the particle must satisfy the system of differential equations dx by dt equal to u of x comma y and dy by dt equal to v of x comma y. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ പാത്ത് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് യുവും ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് വിയുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ we call the family of solutions of this system the streamlines of the flow associated with f of z. ഇതിനെ നമ്മൾ സ്ട്രീം ലൈൻസ് എന്നാണ് പറയും. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ സ്ട്രീം ലൈൻസ് എന്ന് പറയും. We call the family of solutions of this system the streamlines. അങ്ങനെ എഴുതാം, streamlines of the flow associated with f of z എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് നോക്കാം. Consider the complex function f of z equal to z conjugate, which is z conjugate എന്ന് പറഞ്ഞാൽ x മൈനസ് ഐ വൈ ആണല്ലോ. അപ്പോൾ x മൈനസ് ഐ വൈൻ്റെ സ്ട്രീം ലൈൻ എന്താ? ദ സ്ട്രീം ലൈൻസ് കറസ്പോണ്ട് ടു എഫ് ഓഫ് സെഡ് സാറ്റിസ്ഫൈ ദ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു യു ആണ്, അത് എക്സ് ആണ് ഇവിടെ, ആൻഡ് ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു വി ആണ്, അതിവിടെ മൈനസ് വൈ ആണ്. Solving this system of differential equation, we get x of t equal to c1 e power t and y of t equal to c2 e power minus t. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിനെ എക്സിനെ ഒരുമിച്ച് കൊണ്ടുവരാം. ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് എഴുതാം. ഈ ഇക്വേഷന് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ ലോഗ് മോഡ് എക്സ് ഈക്വൽ ടു ടി പ്ലസ് സി അല്ലെങ്കിൽ ടി പ്ലസ് സി വൺ വരും. അപ്പോൾ ഇതിനെ എക്സ് ലോഗ് ക്യാൻസൽ ചെയ്യാനായിട്ട് എക്സ്പൊണൻഷ്യൽ എടുത്തു. അപ്പോൾ എക്സ് ഈക്വൽ ടു c1 e പവർ ടി എന്ന് എഴുതി. അതുപോലെ ഇവിടെ എന്ത് വരും? y ഈക്വൽ ടു
c2 e power minus t എന്നും വരും. Solving this system of differential equation, we get x of t equal to c1 e power t and y of t equal to c2 e power minus t. By multiplying these two parametric equations, we see that the point x of t plus I into y of t, x of t plus I into y of t lies on the hyperbola xy multiply ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? c1 c2 കിട്ടും. e power tയും e power minus tയും കൂടെ ക്യാൻസൽ ആയിപ്പോൾ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ c1 c2 എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ by multiplying these two parametric equations, we see that the point x of t plus I into y of t lies on the hyperbola xy equal to some constant c1 into c2 എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്ക് സ്ട്രീം ലൈനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലിമിറ്റാണ്. ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷനാണ്. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഡിഫൈൻഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട് except perhaps at z naught itself is said to have the limit w naught as z approaches z naught, written as limit z tends to z naught f of z equal to w naught, and which is defined by ഇങ്ങനെയാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: if for every epsilon greater than 0 however small, there exists a positive real number delta greater than 0 such that mod f of z minus w naught less than epsilon whenever 0 less than mod z minus z naught less than delta. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേ കാര്യമാണ്. നമ്മളത് ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക: ഓരോ എപ്സിലോൺ എടുക്കുകയാണ്, ഗ്രേറ്റർ ദാൻ 0-നേക്കാളും വലുതായിട്ടുള്ള സ്മോൾ നമ്പറാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എപ്സിലോണിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഉണ്ടാവും, ഡെൽറ്റ എന്ന് പറയുന്നത്. അതും 0-നേക്കാളും വലുതാണ്. സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് മൈനസ് ഡബ്ല്യു നോട്ടിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും. എപ്പോഴാണ്? മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ഡെൽറ്റേനേക്കാളും ചെറുതും 0-നേക്കാളും വലുതുമായി വരുന്ന സമയത്ത് ഈ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോണിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് ആസ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എന്ന് പറയുന്നത് ഡബ്ല്യു നോട്ടാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. നിങ്ങളിത് നന്നായിട്ട് ഓർത്ത് വെക്കുക. നമ്മൾ ഇതിന് മുന്നേ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ കോംപ്ലക്സ് ഫംഗ്ഷനും എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷനുണ്ട്. നമുക്കിനി 2-3 പ്രോബ്ലംസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഒരു തിയറം കൂടെയുണ്ട്, അതും കൂടെ നോക്കാം. തിയറം ഇതാണ്: സപ്പോസ് ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് w1ഉം ആൻഡ് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് g ഓഫ് സെഡ് ഈക്വൽ ടു w2 ആണെങ്കിൽ ദെൻ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് സെഡ് പ്ലസ് g ഓഫ് സെഡ് എന്ന് പറയുന്നത് w1 പ്ലസ് w2 ആയിരിക്കും. അതുപോലെ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് സെഡ് ഇൻറ്റു g ഓഫ് സെഡ് എന്ന് പറയുന്നത് w1 ഇൻറ്റു w2 ആയിരിക്കും. ആൻഡ് ഇഫ് w2 നോട്ട് ഈക്വൽ ടു 0, ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് സെഡ് ബൈ g ഓഫ് സെഡ് എന്ന് പറയുന്നത് w1 ഡിവൈഡഡ് ബൈ w2 ആയിരിക്കും. എപ്പോഴാണ്? w1 നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ മാത്രം. അപ്പോൾ ഈ 3 റിസൾട്ടുകൾ നമ്മൾ ലിമിറ്റ് കാണാനായിട്ട് യൂസ് ചെയ്യും നന്നായിട്ട്. നമ്മൾ സം റൂള്, ഡിഫറൻസ് റൂള്, ക്വസ്റ്റ്യൻ റൂളൊക്കെ പഠിച്ച അതേ റൂള് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്: ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ലിമിറ്റ് റിയൽ വാല്യൂ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0, വെൻ സെഡ് ഈക്വൽ ടു 0 ദെൻ ഷോ ദാറ്റ് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? എക്സ് പ്ലസ് ഐ വൈ. ദെൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താവും? റിയൽ സെഡ് ബൈ
മോഡ് സെഡ് ആണ്. അതിനെ എക്സിൻ്റെ ടേമിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? റിയൽ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0, ഇവിടെ 0. വെൻ സെഡ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ലിമിറ്റ് എവാലുവേറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് അപ്രോച്ചസ് 0 along the imaginary axis. along the imaginary axis നമ്മൾ നോക്കാൻ പോവാണ്. The limit of f of z as z approaches 0 along the imaginary axis. Imaginary axis എന്ന് പറഞ്ഞാൽ x equal to 0 ആയിരിക്കും. അവിടെ is given by limit. അവിടെ z tends to 0 എന്നുള്ളത് ആവശ്യമില്ല. അവിടെ നമുക്ക് y, കാരണം x പ്ലസ് iy ആണ് z. അപ്പോൾ ഇവിടെ നമുക്ക് x 0 ആണ്, y മാത്രം 0 ടെൻഡ് ചെയ്താൽ മതി. x 0 ആണ്, y tends to 0 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ y tends to 0, x equal to 0 ആണ് f of z, which is equal to എന്ത് വരും? ലിമിറ്റ് y tends to 0, x equal to 0, f of x plus i y, f of x plus i y എന്ന് വരും. x എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് i y മാത്രം. x എന്ന് പറയുന്നത് 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് y ടെൻസ് ടു 0 f ഓഫ് i y. ഇവിടെ ഫംഗ്ഷൻ ഇങ്ങനെയായി മാറി. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ വേണമെങ്കിൽ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 0 ബൈ റൂട്ട് ഓഫ് 0 പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 0. ഫംഗ്ഷന് വാല്യൂ കൊടുത്തതാണ്. z 0 ആയിട്ടില്ല, ടെൻസ് ടു 0 ആണ്. അപ്പോൾ ലിമിറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷന് വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 ബൈ സം ഫംഗ്ഷനാണ്. അപ്പോൾ അത് 0 ആണ് കിട്ടിയത്. ഇനി ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് അപ്രോച്ചസ് സെഡ് ടെൻസ് ടു 0 along the real axis. along the real axis. അവിടെ y 0 ആയിരിക്കും. is given by എന്ത് വരും? ലിമിറ്റ് x tends to 0, y എന്ന് പറയുന്നത് 0 ആയിരിക്കും. f of z equal to ലിമിറ്റ് x tends to 0, y equal to 0, f of x plus iy, which is equal to limit x tends to 0, y ക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ f of x അല്ലേ, f of x plus i into 0 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ലിമിറ്റ് x tends to 0, x by root of x square plus 0 എന്ന് കിട്ടും. which is equal to limit x tends to 0, x by x സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡ് എക്സ് ആയിട്ടാണ് എഴുതാം. x by mod x. ഇത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലിമിറ്റ് x tends to 0, x by mod x എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഇപ്പോൾ ഇത് രണ്ട് വാല്യൂ, ഒന്ന് ഇമാജിനറി ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്തപ്പോൾ 0 കിട്ടി, റിയൽ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ പറയുക?
Hence, limit z tends to 0, f of z equal to limit z tends to 0, real z by mod z does not exist. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് ഇത് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. given that the following limit exists, find its value. limit z tends to 1 minus I 5z square minus 2z plus 2 divided by z plus 1. അപ്പോൾ നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ വി ഹാവ് ലിമിറ്റ് z tends to 1 minus I 5z square minus 2z plus 2 by z plus 1 equal to, അതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് I 5z സ്ക്വയർ മൈനസ് 2z പ്ലസ് 2 ബൈ, ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ എന്താവണം, z പ്ലസ് 1ൻ്റെ ലിമിറ്റ് എന്താവണം, 0 ആവരുത് അല്ലേ. z പ്ലസ് 1ൻ്റെ ലിമിറ്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 മൈനസ് I കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, 2 മൈനസ് I കിട്ടും. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് I ആണ് കിട്ടുക. അപ്പോൾ പ്രശ്നമില്ല, നമുക്കതിനെ അങ്ങനെ എഴുതാം. ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് I ഇൻറ്റു z പ്ലസ് 1. അപ്പോൾ ഇത് ഓരോന്നായിട്ട് വാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റത്തിൽ റൂൾ അപ്ലൈ ചെയ്യണം, സം റൂൾ അപ്ലൈ ചെയ്യുക. ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് I 1 മൈനസ് Iൻ്റെ സ്ക്വയർ അല്ലേ, 5 ഇൻറ്റു 1 minus I square plus 2 into 1 minus I plus 2 divided by 1 minus I plus 1 വരും. ഈ വാല്യൂ കിട്ടും നോക്കാം. which is equal to 5 into 1 minus 2I minus 1 minus 1 minus 2 minus 2I plus 2. കട്ട് ചെയ്യാൻ പറ്റുന്നത് -2 plus 2, ഇവിടെ 1ഉം -1ഉം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ -10I ഇവിടെ -10I വേറെ എത്രയാണ്, ഇവിടെ പ്ലസ് ആണ് വരിക കേട്ടോ. മൈനസും മൈനസും കൂടെ പ്ലസ് അല്ല വരിക, ഇവിടെ മൈനസ് ആയിരുന്നു. മൈനസും മൈനസും കൂടെ ഇവിടെ പ്ലസ് വന്നു. അപ്പോൾ നമുക്ക് -10I പ്ലസ് 2I കൂടെ -8I കിട്ടി. അപ്പോൾ അതിൻ്റെ ലിമിറ്റും കിട്ടി. താഴത്തെ ഫംഗ്ഷൻ എന്താ, 1 1 2 അല്ലേ, 2 മൈനസ് I ആണ്. അപ്പോൾ ഇവിടെ 2 മൈനസ് I -8I by 2 മൈനസ് I എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഫോമിലാണ് ഇരിക്കുന്നത് ലിമിറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൽ നല്ലത് ഡിനോമിനേറ്ററിൽ കോൺസ്റ്റൻറ്റ് വരുന്നത്, അതിൻ്റെ ടേം വരുന്നത് അത്ര നല്ല നോർമലായിട്ടുള്ള ടേം അല്ല. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. റെസിപ്രോക്കലോ അല്ലെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, -8I by 2 മൈനസ് I 2 പ്ലസ് I കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. 2 പ്ലസ് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പം -16I I മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1, ഈ മൈനസും കൂടെ ആകുമ്പോൾ +8 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 2 സ്ക്വയർ മൈനസ് I സ്ക്വയർ വരും. അപ്പോൾ 2 സ്ക്വയർ മൈനസ് I സ്ക്വയർ എന്ന് വരും. ഇവിടെ ഇപ്പം എന്ത് കിട്ടും, -16I + 8 ഡിവൈഡ് ബൈ I സ്ക്വയർ എന്ന് പറയുമ്പോൾ -1, ആ മൈനസും കൂടെ ആകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 4 + 1 എന്ന് പറയുമ്പോൾ 5 വരും. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടായിട്ട് എഴുതാം. 8/5 -16/5I.
അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോമിൽ തന്നെ എഴുതാം. ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയി ഐ ഒക്കെ ഇടുന്നത് ജനറൽ ഫോം അല്ല. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂറ്റിയും അതുപോലെ ഡിഫറൻഷ്യബിലിറ്റിയൊക്കെ എല്ലാം ചെറിയ തോതിൽ പറയുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സാധാ ഫംഗ്ഷൻ്റെ ഇതുമായിട്ട് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.